ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റായി ഇടാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം, വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് തലേ ദിവസം വൈകുന്നേരമാണ് കേട്ടോ. ഞാൻ ബംഗാളി അടുപ്പുണ്ടാക്കിയിരുന്നില്ലേ, അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുവരെ കത്തിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് കത്തിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒന്ന് അതിൽ പാല് കാച്ചിയിട്ട് തുടങ്ങാമെന്ന് കരുതി. പാല് കാച്ചാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ പാല് കാച്ചുന്നതിനോടൊപ്പം തന്നെ പാല് കാച്ചിയിട്ട് പായസം വെക്കാമെന്ന് കരുതി. അങ്ങനെ ഇതാ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട്. പിന്നെ അടുപ്പിൻ്റെ വായു കുറച്ച് ചെറുതായതുകൊണ്ട് ചെറിയ കൊള്ളികൾ ഇതിൽ വെക്കാനായിട്ട് പറ്റുന്നുള്ളൂ കേട്ടോ. എന്നാലും ഞാൻ എങ്ങനെയൊക്കെ ചെറിയ കൊള്ളികളൊക്കെ ആക്കിയെടുത്തിട്ട് ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി പാലൊന്ന് കാച്ചിയെടുക്കണം. അങ്ങനെ ഇതാ പാലൊക്കെ കാച്ചിയിട്ടുണ്ട് കേട്ടോ. പാലൊക്കെ തിളച്ച് പോയിട്ടുണ്ട്. ഇനി ഇതിൽ പായസം വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പാലൊക്കെ കാച്ചുന്ന നേരം കൊണ്ട് തന്നെ സേമിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ പാലൊക്കെ കാച്ചിയതിന് ശേഷം ഇതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്പ് വിട്ടുപോയതാണ് കേട്ടോ, ഇടാനായിട്ട്. അപ്പോൾ ഇതാ സേമിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു, പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് വേവിച്ചെടുത്തു. സിമ്പിളായിട്ടൊരു പായസമാണ് കേട്ടോ, അല്ലാതെ ഒരുപാട് ചൊവ്വരിയൊന്നും ഇട്ടിട്ട് ആക്കുന്നില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ സേമിയ പായസമൊക്കെ ഇതാ ആയിട്ടുണ്ട്. പിന്നെ കുടിച്ച പകുതി ആയപ്പോഴാണ് കേട്ടോ വീഡിയോ എടുത്തില്ല എന്ന് ഓർമ്മ. അങ്ങനെ പെട്ടെന്ന് വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. അങ്ങനെ ഇതാ എല്ലാവർക്കും ഉള്ളത് കൊടുത്തു. അടുത്ത വീട്ടിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത ഒരുപാട് വീട്ടിലൊന്നും കൊടുത്തില്ല, 2 വീടുകളിൽ മാത്രം കൊടുത്തു. അങ്ങനെ ഞങ്ങളിതാ പായസം കുടിക്കുകയാണ്. പിന്നെ റൈമോളുടെയും തനിമോളുടെയൊക്കെ വയ്യായിയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. പനിയും അതുപോലെ ലൂസ് മോഷനൊക്കെ മാറിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇത് പിറ്റേ ദിവസം സൺഡേ മോർണിംഗ് ആണ്. അപ്പോൾ അതാ ചായ വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പാലൊക്കെ അടുപ്പത്ത് വെച്ച് അപ്പോൾ ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ റെഡിയാക്കി അത് മൂടി വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള പണികൾ എടുക്കാനായിട്ട് പോയി. പിന്നെ ആരും എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. റൈമോളും തനിമോളും അതുപോലെ തന്നെ മുജിക്ക് ആരും തന്നെ എണീറ്റിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ചധികം പണികളുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് തലേ ദിവസം തിരുമ്പിയിട്ടതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാറ്റത്ത് നിരത്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വാഷിംഗ് മെഷീനിൽ ഇടുന്നതായതുകൊണ്ട് നന്നായി തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുമല്ലോ. അങ്ങനെ ചെടികളൊക്കെ ഒന്ന് നനച്ച് മുറ്റമൊക്കെ ഒന്ന് നനച്ചതിന് ശേഷം മൊത്തത്തിലൊന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു ദിവസം 2 നേരം അടിക്കേണ്ട അവസ്ഥയാണ് ഇവിടെ. കാരണം നല്ല കാറ്റാണ്, അതുകൊണ്ട് നിറയെ കുപ്പി ഉണ്ടാവും കേട്ടോ. ഇലയും കുപ്പയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അടിക്കുന്നത് കണ്ടാൽ തോന്നും 2 ദിവസമായി അടിച്ചിട്ട് എന്ന്. അത്രയ്ക്ക് കുപ്പയുണ്ട് കേട്ടോ. ഡെയിലി അടിക്കുന്നുണ്ട് എങ്കിലും ഇതാണ് അവസ്ഥ. നല്ല കാറ്റായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുപ്പ വരും കേട്ടോ. പിന്നെ എവിടെ നിന്നൊക്കെയാണ് പാറി വരുന്നത് എന്ന് പോലും അറിയില്ല. പിന്നെ ഇന്നിപ്പോൾ ഉമ്മാനെ കൊണ്ടുവരേണ്ടതുണ്ട്. നാത്തൂൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ചെറിയ പ്ലാനിങ് ഒന്നും ഇല്ലാത്ത കുറച്ച് പരിപാടികളാണ്. അപ്പോൾ ഞാൻ തമ്പനയിൽ കാണുന്നത് പോലെ തന്നെ ഗുണ കേവിലേക്കൊക്കെ പോകണം എന്നുള്ളൊരു തീരുമാനത്തിലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ടു. മുറ്റം മുഴുവനായിട്ടും അടിച്ചു വാരിയതിന് ശേഷം ഞാൻ ചായ കുടിക്കാനായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യം തന്നെ പണി തീർത്തിട്ട് ചായ കുടിക്കാനിരിക്കാമെന്ന് കരുതി. അങ്ങനെ ചായയൊക്കെ കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഉള്ളൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി ഒന്ന് തുടച്ചിടാനായിട്ട് പോവാണ്. പിന്നെ റൂം അടിച്ചില്ല കേട്ടോ, കാരണം അവർ ഉറങ്ങുകയല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് ഹാളും അതുപോലെ കിച്ചണൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടു. അവർ എണീറ്റതിന് ശേഷം ബാക്കിയുള്ളത് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ സൗണ്ട് ഉണ്ടാക്കാണ്ട് ഞാൻ പണികൾ എടുക്കുകയാണ് കേട്ടോ. തനിമോൾ ഉറങ്ങുന്നതായതുകൊണ്ട് പെട്ടെന്ന് അവൾ സൗണ്ട് കേട്ടാൽ എണീക്കും. അങ്ങനെ അടിച്ചു വാരി ഹാളൊക്കെ ഒന്ന് തുടച്ചിടാണ് കേട്ടോ. പിന്നെ പണികളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോഴാണ് ഒരു റാഹത്ത് കേട്ടോ. പണികളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് എങ്കിൽ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യണ്ടേ എന്നുള്ളൊരു ടെൻഷനായിരിക്കും. നമുക്ക് എവിടെ പോയാലും ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് ഹാപ്പി ആയിരിക്കും. കാരണം നമ്മളെപ്പോഴും തിരിച്ച് വരുമ്പോൾ ഭയങ്കര ക്ഷീണത്തിലായിരിക്കും തിരിച്ച് വരിക. അപ്പോൾ
പെട്ടെന്നൊന്ന് കടക്കണം എന്നുള്ളൊരു കണ്ടീഷനിലായിരിക്കും നമ്മളൊക്കെ. അപ്പോൾ ഈ പണികൾ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കടക്കാനും തോന്നില്ല. ഇതുപോലെ ക്ലീൻ ചെയ്തൊക്കെ ഇട്ടിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാ പണികളും ഒരുക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ റാഹത്തായി തന്നെ പോയി വരികയും ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതാ ഹാളൊക്കെ അടിച്ച് വൃത്തിയാക്കി തുടയ്ക്കുക കഴിഞ്ഞു. അതുപോലെ പുറത്ത് തിണ്ണയും ഒക്കെ അടിച്ചൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അടുക്കളയ്ക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയി കാണിച്ചില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദോശ ചുട്ടെടുക്കുകയാണ്. അപ്പോഴേക്കും തനിമോൾ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തനിമോൾക്കും എല്ലാവർക്കും മുഴുക്കയും റയയൊക്കെ അപ്പോഴേക്കും എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ദോശയൊക്കെ ഒന്ന് ചുട്ടെടുത്തു. പിന്നെ ഞാനും കഴിച്ചു, അവർക്കുള്ളതും കൊടുത്തു. എന്നിട്ട് അപ്പോഴാണ് തനിമോളുടെ മുടി വെട്ടാനുണ്ടായിരുന്നു. അപ്പം ഒരു കല്യാണമുണ്ട്, കല്യാണത്തിന് കൂടി പോകുന്നുണ്ട്. അപ്പോൾ മുടി ആകെ നെറ്റിക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ഒന്ന് വൃത്തിയാക്കിയിട്ടൊന്ന് പോകാമെന്ന് കരുതി. അപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ ചുറ്റും ഒന്ന് വെട്ടി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ എപ്പോഴും റയമോൾ കാണിച്ചാലും തനിമോൾ കാണിച്ചാലും മുടി വെട്ടുമ്പോൾ മുജുക്ക് തന്നെയുണ്ട് വെട്ടിക്കൊടുക്കൽ. എനിക്ക് വെട്ടിക്കഴിഞ്ഞാൽ എന്തായാലും കറക്റ്റായിട്ട് കിട്ടില്ല. മുജുക്ക് പിന്നെ കൊറോണ സമയത്തെ എക്സ്പേർട്ടായിരുന്നു. കൊറോണ സമയത്ത് ഇതായിരുന്നു പണി. പിന്നെ ബാർബർ ഷോപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അങ്ങനെ ശീലമായതാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ കുളിയും ഒക്കെ കഴിഞ്ഞ് ഒരുങ്ങി കല്യാണത്തിന് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് ഒരു ഗുഡ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പുറം കടന്നിട്ടുണ്ട്. അപ്പോഴാണ് മുജുക്ക ഹെൽമെറ്റ് എടുക്കാൻ പറഞ്ഞത്. മുജുക്ക ഹെൽമെറ്റ് എടുക്കാനായിട്ട് പോയി. ഇവിടെ മുജുക്കാനെയും കാത്തു നിൽക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ എപ്പോഴത്തെയും പോലെ തനിമോള് ഇപ്രാവശ്യം കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. എന്തോ ഹാപ്പിയായി നിൽക്കുന്നുണ്ട്. ഭക്ഷണം വയറ് നിറച്ച് കൊണ്ടുവന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവൾ ഇതുപോലെയല്ല. എവിടെ പോയാലും ഒരു നേരം ഒന്നും ഇരിക്കാനായിട്ട് അവൾ അയക്കില്ല കേട്ടോ. കരഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും. അങ്ങനെ ഞങ്ങളിതാ കല്യാണത്തിന് എത്തിയിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും മുജുക്കയും ഞാനും അതുപോലെ റയമോളും തനിമോളും കൂടി കല്യാണത്തിന് വന്നു. അങ്ങനെ കല്യാണമൊക്കെ കൂടി കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരുന്ന് ഒരു 2:30-3 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോകുന്നത്, എല്ലാവരും പോയതിന് ശേഷം. അപ്പോൾ തനിമോൾ ഒരു വെള്ളക്കുപ്പി കിട്ടിയപ്പോൾ അതിമ്മ പിടിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ. അവൾക്ക് പിന്നെ എന്തെങ്കിലും കയ്യിൽ കൊടുത്താൽ മതി, മിണ്ടാതിരുന്നോളും. ഇല്ലയെന്നുണ്ടെങ്കിൽ അവളുടെ അടുത്തിരിക്കാനേ പറ്റില്ല, കാരണം കരഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും. അങ്ങനെ പെണ്ണും ചെക്കനും ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പെണ്ണും ചെക്കനൊക്കെ പോയതിന് ശേഷം ഞങ്ങളിതാ തിരിച്ച് വീട്ടിലെത്തി. വീട്ടിൽ നിന്ന് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഗുണ കേവിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫോസ്താത്ത ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാത്തൂന്. അപ്പോൾ അപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ വന്ന് റെഡിയായി നിന്നു കേട്ടോ. ഞാനും പിന്നെ ഞങ്ങളുടെ തൊട്ട് അയൽവാസി ഫസീൽ താത്ത അവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി കുട്ടികളും എല്ലാവരും കൂടി ഞങ്ങളെല്ലാവരും കൂടി വന്നു. പിന്നെ മുജുക്ക വന്നില്ല കേട്ടോ. മുജുക്ക ഒരു വട്ടം പോയതല്ലേ എന്ന് പറഞ്ഞിട്ട് വന്നില്ല. പിന്നെ ഉമ്മയും വരുന്നുണ്ട് ഫൗസ്താത്താൻ്റെ കൂടെ. അപ്പോൾ തിരിച്ച് ഉമ്മാനെ പോകുന്ന സമയത്ത് ഉമ്മാനെയും കൂട്ടിയിട്ട് പോകാമല്ലോ എന്ന് കരുതി. അങ്ങനെ ഗുണാക്കേവിലെത്തിയപ്പോൾ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം പോയതിനേക്കാളും തിരക്കായിരുന്നു. അന്നും തിരക്കായിരുന്നു, ഇന്ന് അതിനേക്കാൾ തിരക്കുണ്ട് കേട്ടോ. ടിക്കറ്റൊക്കെ എടുക്കുന്ന സ്ഥലത്ത് ക്യൂ നിന്നിട്ടാണ് എല്ലാവരും എടുക്കുന്നത്, അത്രയ്ക്ക് തിരക്കാണ്. പിന്നെ ഞങ്ങൾ പോയത് എന്താണെന്ന് വെച്ചാൽ പാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, കുറച്ച് അധികം പാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 50% ഡിസ്കൗണ്ടിൽ, അതായത് 120 രൂപ കൊടുക്കുന്ന എടുത്ത് 60 രൂപ കൊടുത്തിട്ട് കയറാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ ടിക്കറ്റ് ഉള്ളവർക്ക് ഫ്രീ ആയിട്ടും പോവാം കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ അമ്മോസിന്, അതായത് വാപ്പയാണിത്, മുജുക്കാൻ്റെ വാപ്പയാണ്. കാണാത്തവർക്ക് വേണ്ടി കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ നാത്തൂൻ്റെ മരുമകനും മകളും അതുപോലെ മക്കളും പിന്നെ കുറേ പേരുണ്ട്. ഞങ്ങളധികം പേരുണ്ടായിരുന്നു കേട്ടോ, കുറച്ചധികം പേരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ എത്തി. കുട്ടികൾ ഉള്ളിലൊക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് കളിക്കുന്ന ആ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ കുട്ടികളെ ഇതിൽ കയറ്റിട്ടോ. പിന്നെ ഇത് 16-ാം തീയതി വരെയുള്ളൂ. അപ്പോൾ അതുവരെ ആവും കൊണ്ട് നല്ല ഡിസ്കൗണ്ട് ഉള്ളത് കാരണം കൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ. കളിക്കുന്നതിലും അതുപോലെ തന്നെ 50% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. കുട്ടികളൊക്കെ വണ്ടിയിലൊക്കെ കളിച്ച് അവരെ
ഹാപ്പിയാക്കി. പിന്നെ കുറച്ച് അവരെ കൊണ്ട് കുറച്ച് ബഹളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എന്ത് കണ്ടാലും അവർക്ക് വേണം എന്നുള്ളൊരു മൈൻഡാണ്. പിന്നെ പറയണ്ടല്ലോ, എപ്പോഴും അങ്ങനെയാണ് കുട്ടികൾ പുറത്ത് പോയി കഴിഞ്ഞാൽ. അങ്ങനെ ഇതാ ഞങ്ങൾ ഇതിൽ കയറാനായിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാനും അതുപോലെ തന്നെ നാത്തൂൻ്റെ 2 മക്കളും പിന്നെ ഫാസിൽ, ഫഹീം, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇതിലാണ് കയറാനായിട്ട് പോകുന്നത്. പിന്നെ ഇതൊരു 1.5 എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതിൽ കയറാത്തവരൊന്ന് കയറി നോക്കുക തന്നെ വേണം. പിന്നെ ഛർദ്ദിക്കുന്നവർ പ്രത്യേകം പറയാം, അവർ കയറാനായിട്ട് നിൽക്കരുത് കേട്ടോ, എന്തായാലും ഛർദ്ദിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇതിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ റയമോളും അതുപോലെ അഫാൻ എല്ലാവരും ഇതിൽ കയറി അവരിതാ കളിക്കാനായിട്ട് നിൽക്കുകയാണ്. പിന്നെ റയമോള് മിടി ഇട്ടത് കൊണ്ട് അവളുടെ മിടി അഴിഞ്ഞൊക്കെ പോരുന്നുണ്ട് കേട്ടോ. അന്നും ഇതേപോലെ ആയിരുന്നു. ഇതിൽ കയറി കഴിഞ്ഞാൽ എപ്പോഴും ഇതിൽ കയറുന്ന സമയത്ത് മിടിയായിരിക്കും. ഇതിൽ കയറുന്നുള്ള ഒരു ഇതിലായിരുന്നില്ല വന്നത്. കല്യാണത്തിൽ പോയി ആ ഡ്രസ്സോട് കൂടി അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 9 മണി 9:30 ആയിട്ടുണ്ടായിരുന്നു തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത്. അങ്ങനെ ഉമ്മാനെയും കൂട്ടിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ. അവർ നേരെ കോയമ്പത്തൂരേക്കും പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.